ഈ ഹോക്കി കപ്പ് ഏഷ്യ കപ്പ് ഓർഗനൈസ് ചെയ്യുന്നത്. ആൻഡ് ദേ ഓർഗനൈസ് ഇറ്റ് എവറി 4 years. ഓക്കെ, ആൻഡ് ഇതിൽ സെലക്ട് ആയി കഴിഞ്ഞാൽ ഡയറക്റ്റ് വേൾഡ് കപ്പിലോട്ട്, അതായത് ഹോക്കി വേൾഡ് കപ്പിലോട്ട് ഒരു സ്ഥാനം കിട്ടുകയാണ്. ഓക്കെ, ദേ കൻ ഡയറക്ട്ലി ഗോ ആൻഡ് കമ്പീറ്റ് എന്നുള്ളതാണ്. സോ in the men's hockey Asia Cup 2025 final in Rajgir, Bihar, India won their 4th championship after defeating Korea. So the score is 4-1. In Bihar, India hosted the competition for the first time, demonstrating the state's expanding influence in international sports. So India is right now very eager and keen on hosting a lot of international games. It's especially because we want to show the world that we are capable of hosting and we are capable of doing it well, അല്ലേ? സോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെസ്സിൻ്റെ പല ഇതേപോലെ തന്നെ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്സും അതേപോലെ ഇപ്പോൾ ഹോക്കിയുടെ കേസിലും ഒക്കെ നമ്മൾ ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ദിസ് വാസ് ഡൺ ഇൻ ബീഹാർ. ഓക്കെ, ദ മാസ്കോട്ട് ഇസ് ചാന്ദ്, എ ഫെറോഷ്യസ് ടൈഗർ വെയറിങ് എ റെഡ് കേപ്പ് ആൻഡ് എ മജീഷ്യൻസ് ഹാർട്ട്. കളിയുടെ മാസ്കോട്ട് എന്ന് പറയുന്നത് ചാന്ദ് എന്ന് പറയുന്ന ഒരു ടൈഗറാണ്. ബിക്കോസ് ബീഹാർ ഈസ് വെരി വെൽ നോൺ ഫോർ എ ടൈഗർ റിസർവ് കോൾഡ് വാൽമീകി ടൈഗർ റിസർവ്. ഫൈൻ. സോ ഇറ്റ് ഷോസ് ദ ബ്രേവറി ആൻഡ് പ്രൈഡ് ദാറ്റ് ദി ആനിമൽ ക്യാരീസ്. അതുകൊണ്ടാണ് അവിടെ നമ്മൾ ഈ പറയുന്ന മാസ്കോട്ടിനെ യൂസ് ചെയ്തിരിക്കുന്നത്. ഫൈൻ. സോ ദാറ്റ് ഈസ് അബൌട്ട് ഹോക്കി വേൾഡ് കപ്പ്, ഐ മീൻ ഏഷ്യ കപ്പ് 2025. ഫൈൻ. യൂഷ്വലി പണ്ടൊക്കെ UPSC സ്പോർട്സിനെ കുറിച്ച് അധികം ചോദിക്കില്ലായിരുന്നു. ഓക്കെ, ബട്ട് ഇറ്റ് വാസ് ഇൻ 2019, if I'm not wrong, 2019 or 2020, suddenly out of nowhere 3 questions came from sports section, and it came as a shock to everybody because there were many people who used to never touch the sports section. Okay, so people who read newspaper very vigilantly could attempt, because it was not very tough questions. Tough ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ലായിരുന്നു. വളരെ ശ്രദ്ധിച്ച് വായിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നവർക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റി. പക്ഷേ ബാക്കി സ്പോർട്സ് തൊടില്ല എന്ന് ചിന്തിച്ചിരുന്ന ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടുമായി. ഓക്കെ, സോ യു നെവർ നോ വാട്ട് ക്യാൻ ഹാപ്പൻ വെൻ. ഇനീഷ്യലി നമ്മൾ അക്കാഡമീസിലൊക്കെ ചേരുന്ന സമയത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സ്പോർട്സ് സെക്ഷൻ അധികം ചോദിക്കില്ല എന്നുള്ള ഒരു ഇത്. പക്ഷേ വി ഹാവ് ടു ബി പ്രിപ്പയർഡ്. UPSC ക്യാൻ ആസ്ക് എനിത്തിങ് ആൻഡ് എവറിത്തിങ്. എന്ത് വേണമെങ്കിലും ചോദിക്കാം UPSCക്ക്. അങ്ങനെ ഇന്ന സാധനം ചോദിക്കില്ല എന്നില്ല. ഓക്കെ, now we read about how vice president was, the seat was going to be vacant and all. അന്ന് നമ്മൾ ഇച്ചിരി കാര്യങ്ങൾ വൈസ് പ്രസിഡന്റിനെ കുറിച്ച് പഠിക്കുകയും ചെയ്തു. സോ റൈറ്റ് നൗ ഇന്നലെ അല്ലേ, വിത്തിൻ 2 days ആയിട്ട് ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വി ഫൈനലി ഹാവ് എ വൈസ് പ്രസിഡന്റ്, ദാറ്റ് ഇസ് CP Radhakrishnan. Okay, CP Radhakrishnan is the new vice president of India. So who did he defeat? He defeated former Supreme Court Judge B. Sudarshan, and he has become the 15th vice president of India. ഇതിനു മുന്നേ ഇദ്ദേഹം മഹാരാഷ്ട്ര, തെലങ്കാന, ജാർഖണ്ഡ്, പുതുച്ചേരി ഇവിടെയൊക്കെ ഗവർണറായിട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹി ഈസ് ദ തേർഡ് തമിഴ്നാടു ലീഡർ ടു സെർവ് ആസ് വൈസ് പ്രസിഡന്റ് ആൻഡ് ഈസ് എ പ്രൊഫഷണൽ ഇൻഡസ്ട്രിയലിസ്റ്റ് ആൻഡ് ഫാർമർ. ഇദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് അഗ്രികൾച്ചറും ഇൻഡസ്ട്രിയലിസ്റ്റും ആണ് ദിസ് മാൻ. ഓക്കെ, ആൻഡ് ഹി ഹാസ് ഓൾസോ represented കോയമ്പത്തൂർ ഇൻ ലോക്സഭ 2 ടേംസിന്. Okay, so that is about CP Radhakrishnan, a basic idea about who he is and all. Now about the Vice President of India, നമ്മൾ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പ്രസിഡന്റിന് ശേഷം വരുന്ന ഓഫീസാണ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, അല്ലേ? സെക്കൻഡ് ഹയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ പവർ. ആൻഡ് പ്രധാനമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ once he becomes the vice president, what does he also become? Once he becomes the vice president, what does he also become as a virtue of becoming vice president? Ex officio chairman of Rajya Sabha. Exactly, ex officio chairman of Rajya Sabha. So he also is the ex officio chairman of Rajya Sabha. ഇദ്ദേഹത്തിൻ്റെ എലക്ഷൻ നമ്മളന്ന് നോക്കിയായിരുന്നു, അല്ലേ? യെസ്, ജസ്റ്റ് നമ്മൾ ക്വിക്കായിട്ട് എങ്ങനെയാണ് ഇദ്ദേഹം എലക്റ്റ് ആവുന്നത് എന്ന് നമ്മൾ നോക്കിയായിരുന്നു. പ്രൊപ്പോർഷണൽ റിപ്രസെൻറ്റേഷൻ
single transferable vote. I hope you guys remember. Right? And who takes part in the election? Parliament elected members, nominated members, Lok Sabha, Rajya Sabha, both of them take part in the election of the vice president. So proportional representation ആണ് ഈ പറയുന്ന അതായത് നമുക്ക് പ്രിഫറൻസസ് മാർക്ക് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ നോമിനേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ആർക്ക് നിങ്ങൾക്ക് ഏത് സ്ഥാനമാണ് കൊടുക്കേണ്ടത്, ഫൈനലി അതനുസരിച്ചാണ് ഇവർ ടാലി ചെയ്താണ് ആളെ തിരഞ്ഞെടുക്കുന്നത്. ഫൈൻ. So this is how the election is conducted. And eligibility also we had studied that Rajya Sabhayile member ആവാൻ എലിജിബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കണം ഈ പറയുന്ന വൈസ് പ്രസിഡന്റിന്റെ പോസ്റ്റിൽ നിൽക്കുന്നത്. ഉദാഹരണത്തിന് he must be 35 years old, citizen of India, okay, and eligible to serve in the Rajya Sabha. ഈ മൂന്നാണ് qualification of the vice president എന്ന് പറയുന്നത്. Okay, it does not necessary that he has to serve governor ആയിട്ട് serve ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വലിയ വലിയ ഓഫീസേഴ്സ്, അങ്ങനെയൊന്നുമില്ല. ഓക്കെ, he just should have these 3 qualifications, should not have any other office of profit. Okay, ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ he is qualified to take part in the competition. ഫൈൻ. വൈസ് പ്രസിഡന്റിന്റെ കോമ്പറ്റീഷനിൽ ടേക്ക് പാർട്ട് ചെയ്യാൻ എലിജിബിൾ ആണ്. അതേപോലെ തന്നെ ടേം എത്രയാണ്? 5 വർഷം, 5 years. That it's the most common term that you see for most of the offices. നമ്മളിപ്പോൾ പ്രൈം മിനിസ്റ്റർ മുതൽ പ്രസിഡന്റ്, all of them 5 years ആണ് ടേം എന്ന് പറയുന്നത്. ആൻഡ് ഹി കണ്ടിന്യൂസ്, അതായത് ഇദ്ദേഹത്തിൻ്റെ ടേം കഴിഞ്ഞതിന് ശേഷം വേറൊരു വൈസ് പ്രസിഡന്റ് ഇല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി എലക്ഷൻ നടത്തണം. ആൻഡ് ആ നടത്തുന്ന ടൈം വരെ ഇദ്ദേഹത്തിന് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളതാണ്. ഫൈൻ. Now principal function, he serves as Rajya Sabha's ex officio chairman. So actually vice president എന്ന രീതിയിൽ ഇദ്ദേഹത്തിന് വലിയ റോളില്ല. ഓക്കെ, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ റോള് ആ സീറ്റ് ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ബൈ വെർച്യൂ ഓഫ് ഹാൻഡ്ലിംഗ് ദ സീറ്റ് he gets another seat, that is the ex officio chairman of Rajya Sabha. That is a very important seat. Okay, അപ്പോൾ ആ ഒരു ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വൈസ് പ്രസിഡന്റിനേലും കൂടുതൽ ഫങ്ഷൻസ് ഇദ്ദേഹത്തിന് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്നത് ആസ് എൻ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ആൻറ്റി ഡിഫെക്ഷൻ്റെ കേസസ് വരുമ്പോൾ തീരുമാനിക്കുന്നത് രാജ്യസഭയിൽ നമ്മുടെ ഈ പറയുന്ന ചെയർമാനാണ്. അതേപോലെ ഹിയറിങ്സ്, അതായത് രാജ്യസഭയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇമ്പാർഷ്യലായിട്ട് കേട്ടിരിക്കുന്ന ആളും നമ്മുടെ ഈ പറയുന്ന രാജ്യസഭ ചെയർമാൻ ഓഫ് ദ രാജ്യസഭയാണ് അല്ലേ. സോ ഹിസ് പ്രിൻസിപ്പൽ ഫങ്ഷൻ ഇസ് സർവിങ് ആസ് എ രാജ്യസഭാസ് എക്സ് ഒഫീഷ്യോ ചെയർമാൻ. അതേപോലെ തന്നെ പ്രസിഡന്റിൻ്റെ സീറ്റിൽ എന്തെങ്കിലും രീതിയിലുള്ള വേക്കൻസി ഉണ്ടായി, പെട്ടെന്ന് അകാലമായിട്ടുള്ള ഒരു മരണം ഉണ്ടായി, ഓക്കെ, പ്രസിഡന്റ് ഹാസ് പാസ്ഡ് അവേ, ഓർ പ്രസിഡന്റിന് ആബ്സെൻ്റായി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു, എന്തെങ്കിലും അങ്ങനത്തെ ഒരു കാര്യം വന്നാൽ ഉടനെ അടുത്ത പ്രസിഡന്റ് ആവുന്നത്, ആക്ടിംഗ് പ്രസിഡന്റായി മാറുന്നത് വൈസ് പ്രസിഡന്റ് ആണ് until the new president comes. Fine. So this is again another very important role that the vice president plays. He becomes the president താൽക്കാലികമായിട്ട്, and at that point when he becomes the president, he does not anymore exercise the function as the ex officio chairman of Rajya Sabha. പിന്നെ അദ്ദേഹം completely focused on being the acting president, because president is also part of the legislation process, right? So he completely dedicates his time and everything into that business. All right. So that is again another important role that the vice president plays. Removal, ഇദ്ദേഹത്തിനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു 14-day prior notice കൊടുക്കണം. ആൻഡ് അത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ റിമൂവലിൽ ഏറ്റവും കൂടുതൽ റോൾ പ്ലേ ചെയ്യുന്നത് രാജ്യസഭയാണ്, നോട്ട് ലോക്സഭ. ലോക്സഭയുടെ ജസ്റ്റ് ഒരു എന്താ പറയുക എഗ്രിമെൻറ്റ് മാത്രം മതി. ദേ ഷുഡ് ജസ്റ്റ് എഗ്രി ടു ദിസ് ഡിസിഷൻ. റെസ്റ്റ് ഓഫ് ദ റിമൂവൽ പ്രോസസ്സ് ചെയ്യുന്നതൊക്കെ രാജ്യസഭയാണ്. ഈ രാജ്യസഭയുടെ മെജോറിറ്റിയാണ് എഫക്റ്റീവ് മെജോറിറ്റിയാണ് നോക്കുന്നത്. പീപ്പിൾ ഹു ആർ പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ്, അവരുടെ ആ ഒരു കംപ്ലീറ്റ്, അതായത് എല്ലാ മെമ്പേഴ്സിൻ്റെയും ഒരു മെജോറിറ്റിയാണ് നമ്മൾ ഈ പറയുന്ന വൈസ് പ്രസിഡന്റിന്റെ റിമൂവലിന്റെ കേസിൽ നമ്മൾ നോക്കുന്നത്. രാജ്യസഭ മാത്രമാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. ലോക്സഭ എന്ന് പറയുന്നത് ജസ്റ്റ് ഹാസ് ടു അഗ്രി അപ്പോൺ ദ ഡിസിഷൻ ദാറ്റ് ഹാസ് ബീൻ ടേക്കൺ ബൈ ദ രാജ്യസഭ.
ഫൈൻ, ആൻഡ് 14 days പ്രയർ നോട്ടീസ് കൊടുക്കണം എന്നൊക്കെയുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ വൈസ് പ്രസിഡൻസ് റിമൂവൽ ഈസ് പ്ലാൻഡ്. ആൻഡ് നമ്മൾ ഈ വൈസ് പ്രസിഡൻറ്റ് എന്ന് പറയുന്ന ഓഫീസ് നമ്മൾ എടുത്തിരിക്കുന്നത് കൂടുതലും USA മോഡൽഡ് വൈസ് പ്രസിഡൻ്റാണ്. ഓക്കെ, USA പ്രസിഡൻഷ്യൽ സിസ്റ്റമാണ്. നമുക്ക് പ്രൈം മിനിസ്റ്റീരിയൽ ഗവൺമെൻറ് പോലെ അവർക്ക് പ്രസിഡൻഷ്യൽ ഗവൺമെൻറ് ആണ് അല്ലേ. അവിടെ ദ റോൾ ഓഫ് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇന്ത്യൻ ഗവർണൻസ് സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്ററാണ് അല്ലേ. പ്രൈം മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ദേ ആർ ദ ഡിസിഷൻ മേക്കേഴ്സ്. They are the ones who are handling the governance system of the country. Whereas in USA, that is not the case. USA എന്ന് പറയുന്നത് ഒരു പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെൻറ് ആണ്. അവിടെ പ്രസിഡൻറ്റിനാണ് ഏറ്റവും കൂടുതൽ പവർ. അതേപോലെ തന്നെ വൈസ് പ്രസിഡൻറ്റിന് നല്ല പവർ ഉണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദ നെക്സസ് ദറ്റ് ബോത്ത് ദ കൺട്രീസ് ഹാവ്. നമ്മൾ ഈ പറയുന്ന US-ന് ഇമ്പാർട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ വൈസ് പ്രസിഡൻറ്റിൻ്റെ ഓഫീസ് എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി ദർ ആർ ഓൾട്ടറേഷൻസ്, ഇച്ചിരി വ്യത്യാസങ്ങളുണ്ട് രണ്ട് ഓഫീസുകളും തമ്മിൽ. എന്നിരുന്നാലും നമ്മൾ മോഡൽ ചെയ്തിരിക്കുന്നത് ഓൺ ദ ലൈൻസ് ഓഫ് USA's വൈസ് പ്രസിഡൻസ് ഓഫീസാണ്. ക്ലിയർ? ഓക്കെ, സോ ദ വൈസ് പ്രസിഡൻറ്റ് മേ സ്റ്റെപ്പ് ഡൗൺ ബൈ സബ്മിറ്റിംഗ് ഹിസ് റെസിഗ്നേഷൻ ടു ദ ഇന്ത്യൻ പ്രസിഡൻറ്റ്. സോ ഇപ്പം ജഗ്ദീപ് ധങ്കർ സ്റ്റെപ്പ് ഡൗൺ, റൈറ്റ്? Whom did he give his resignation to? He gave it to President Murmu. So പ്രസിഡൻറ്റിനാണ് ഇവർ റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് ഇറങ്ങേണ്ട സമയത്ത്. ഓക്കെ, റിമൂവൽ ഈസ് എ ഡിഫറെൻറ്റ് പ്രോസസ്സ്. റിമൂവൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സീറ്റിൽ നിന്ന് അദ്ദേഹത്തിനെ എടുത്തു മാറ്റുക, അതാണ് റിമൂവൽ എന്ന് പറയുന്നത്. അത് ചെയ്യുന്നത് രാജ്യസഭയാണ് മെയിനായിട്ട്. പക്ഷേ ഇദ്ദേഹത്തിന് തന്നെ തോന്നുകയാണ് എനിക്കിനി ഈ ഓഫീസ് വേണ്ട എന്ന് തോന്നുവാണെങ്കിൽ ഇദ്ദേഹം റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് പ്രസിഡൻറ്റിനാണ്. ഓക്കെ, the vice president takes over as acting president in the event that the president is unable to carry out their responsibilities because of absence, illness or any other reason. The system lasts until a new president is chosen, which has to happen within 6 months if the president passes away, resigns or is removed. Okay, so another time frame ഉണ്ട്. ആക്ടിംഗ് പ്രസിഡൻ്റ് ആയിട്ട് 6 മാസത്തിൽ കൂടുതൽ വൈസ് പ്രസിഡൻറ്റിന് നിൽക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഈവൻറ്റ് നടക്കുകയാണ്, പ്രസിഡൻറ്റിന് പെട്ടെന്ന് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഈവൻറ്റ് നടക്കുകയാണെങ്കിൽ മാക്സിമം പോയ ഒരു 6 മാസത്തേക്ക് ആക്ടിംഗ് പ്രസിഡൻ്റായിട്ട് വൈസ് പ്രസിഡൻറ്റിന് നിൽക്കാം. അതിനുള്ളിൽ അടുത്ത എലക്ഷൻ കണ്ടക്ട് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദ വൈസ് പ്രസിഡൻറ്റ് സ്റ്റോപ്സ് സർവിങ് ആസ് ദ ചെയർമാൻ ഓഫ് ദ രാജ്യസഭ ഡ്യൂറിങ് ദിസ് പീരിയഡ് വെൻ ഹീ ഈസ് ദി ആക്ടിംഗ് പ്രസിഡൻറ്റ്. സോ മച്ച് ഇസ് ക്ലിയർ? എനി ഡൗട്ട്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ ഗൗതം? Prayag, any doubt? No, ma'am. No, ma'am. Fine. So then we'll go ahead. This was a clipping from yesterday's newspaper, and I thought we should discuss a social aspect as well, right? Dalit residents allege untouchability wall blocking access in Tamil Nadu. So this is the untouchability wall. Okay, 10 feet high, 200 feet long. And this is in our neighboring state, okay, where what do we say that people... സംഭവം നേരത്തെ കേരളത്തിൽ ഉണ്ടായില്ലായിരുന്നു കുറച്ച് നാൾക്ക് മുമ്പ്, അത് പൊളിച്ചളഞ്ഞിട്ട് പ്രശ്നമൊക്കെ ആയില്ലായിരുന്നു. It has happened in Kerala as well. So this is the situation that we are dealing with. Okay, ഇവിടെ ആണെങ്കിലും കേരളത്തിലാണെങ്കിലും എല്ലായിടത്തും വാട്ട് എക്സാക്ട്ലി ഈസ് ഹാപ്പനിങ്, എസ് സി വിഭാഗമുള്ള ആൾക്കാരുടെ ഇവിടെ ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ ഇവർക്ക് ആക്സസിബിലിറ്റി അല്ലെങ്കിൽ ഇവരുമായിട്ടൊരു മറ ഉണ്ടാക്കിയെടുക്കുക ആൻഡ് ഈ പറയുന്നത് പോലെ ഇവർക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ആക്സസ്, ദേ ഫേസ് എ ലോട്ട് ഓഫ് ഡിഫിക്കൽട്ടീസ് ബിക്കോസ് ഓഫ് ദിസ് വാൾ. They can't access the roads directly, they have to go a long way to access main roads. അങ്ങനത്തെയൊക്കെ കുറേ പ്രശ്നങ്ങൾ ഇന്നലത്തെ പേപ്പറിൽ പറയുന്നുണ്ട്. Now tell me what untouchability is. Let's discuss on the matter. What is untouchability? എന്താണ് untouchability? In your own words, നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. താഴ്ന്ന ജാതിയിലുള്ളവരോട് ഉള്ള മുകളിൽ ജാതി കാര്യം കാണിക്കുന്നത് അവരെങ്ങനെ തൊട്ടുകൂടാ, അവർ തൊട്ട് കഴിഞ്ഞാൽ അവരുടേതായ എന്തൊരു ഡിഗ്നിറ്റി അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റി സ്പോയിൽ ആവുമെന്ന് വിചാരിച്ചിട്ടുള്ള
ഒരു പ്രാക്ടീസ് ആയിരുന്നു അൺടച്ചബിലിറ്റി. അൺടച്ചബിലിറ്റി. ഓക്കെ, സോ ലിറ്ററലി പറയുവാണെങ്കിൽ ദാറ്റ് ഈസ് അൺടച്ചബിലിറ്റി. ഫൈൻ. എന്താണ് അൺടച്ചബിലിറ്റിയുടെ ഒരു ഉറവിടം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന മെയിൻ കോസ് ഓഫ് അൺടച്ചബിലിറ്റി? വാട്ട് ഇസ് ഇറ്റ്? മെയിൻ കോസ് ഓഫ് അൺടച്ചബിലിറ്റി ഈ പറയുന്ന നമ്മുടെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, റൈറ്റ്? വി ഹാവ് എ കാസ്റ്റ് സിസ്റ്റം ഇൻ പിക്ചർ. നമ്മൾക്കൊരു കാസ്റ്റ് സിസ്റ്റം ഉണ്ട്. ഈ കാസ്റ്റ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഓരോ കാസ്റ്റായിട്ട് നമ്മൾ ബേസ്ഡ് ഓൺ ഒക്യുപ്പേഷൻ, ബേസ്ഡ് ഓൺ ബർത്ത് ഓഫ് ദ പേഴ്സൺ, എവിടെയാണ് ഈ ആൾ ജനിച്ചിരിക്കുന്നത്, എന്ത് ഒക്യുപ്പേഷനിലാണ്. മെയിനായിട്ട് ഒക്യുപ്പേഷനൊക്കെ നോക്കിയിരുന്നത് പണ്ടത്തെ കാലത്താണ്. വർണ്ണ സിസ്റ്റം കൂടുതൽ പ്രിവലൻ്റ് ആയിരുന്ന സമയത്താണ്. ഋഗ്വേദിക് പീരീഡിലാണ് ഒക്യുപ്പേഷൻ ബേസിസിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഒരു എന്താ പറയുക, ആക്ച്വലി if we see the history of caste system in India, Rigvedas actually mention about Varna system. Okay, they don't emphasize on caste system. Rigvedic period എന്ന് പറയുന്നത് early Vedic period അല്ലേ, when Aryans came and settled in across the Indus, ആ റിവറിൻ്റെ ചുറ്റും അവർ വന്ന് സെറ്റിൽ ചെയ്ത സമയത്താണ് ഋഗ്വേദിക് പീരിയഡ് വളരെ എഫക്റ്റീവായിട്ട് ഉള്ളത്. പിന്നീട് ഗാൻജറ്റിക് പ്ലെയിനിലോട്ട് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ പറയുന്ന ലേറ്റർ വേദിക് പീരിയഡ്, ദാറ്റ് ഈസ് യജുർവേദ, സോമവേദ, അഥർവവേദ, ഇതൊക്കെ വന്ന സമയത്താണ് ഈ റെസ്റ്റ് ഓഫ് ദ കാസ്റ്റ് സിസ്റ്റം ഡെവലപ്പ് ആയേ എന്നുള്ളതാണ് പറയുന്നത്. വെരി റിജിഡ് കാസ്റ്റ് സിസ്റ്റം. പണ്ടത്തെ വേദിക് പീരീഡിൽ ഉണ്ടായിരുന്ന, ഏർലി വേദിക് പീരീഡിൽ ഉണ്ടായിരുന്ന സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, ദാറ്റ് ഈസ് ദ വർണ്ണ സിസ്റ്റം, വാസ് ആക്ച്വലി ടു ഓർഗനൈസ് ദ സൊസൈറ്റി. ഓർഗനൈസ്ഡ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഇന്ന പ്രൊഫഷനിലുള്ള ആൾക്കാർ പഠിപ്പിക്കുക, ഇന്ന ഗ്രൂപ്പിലുള്ള ആൾക്കാർ പഠിപ്പിക്കുക, ഇന്ന ഗ്രൂപ്പിലുള്ള ആൾക്കാർ പ്രൊട്ടക്റ്റ് ചെയ്യുക. ലൈക്ക് ക്ഷത്രിയാസ് വർ ടു പ്രൊട്ടക്റ്റ് പീപ്പിൾ, റൈറ്റ്? അതേപോലെ തന്നെ ട്രേഡ് നടത്തുന്ന ആൾക്കാർ വൈശ്യാസ്, പീപ്പിൾ ഹു ആർ എൻഗേജ്ഡ് ഇൻ മാർക്കറ്റ് ആക്ടിവിറ്റീസ് എക്സെട്ര. ആൻഡ് ഇതൊക്കെ ചെയ്യാൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, ഇവരെയൊക്കെ സഹായിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, അവരെയാണ് നമ്മൾ ശൂദ്രാസ് എന്ന് വിളിച്ചിരുന്നത്. ഓക്കെ, ഇറ്റ് വാസ് നോട്ട് ബേസ്ഡ് ഓൺ എനി അതർ ക്രൈറ്റീരിയ ലൈക്ക് യു ഹാവ് ടു ബി ബോൺ ഇൻ ദിസ് ഹൗസ് ടു ബിക്കം. ഇഫ് യു ഹേർഡ്, കർമ്മം കൊണ്ടാണ് വർണ്ണ സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മം കൊണ്ട് ബ്രാഹ്മണനാവും എന്നുള്ള ഒരു കോൺസെപ്റ്റ് എപ്പോഴും പണ്ടത്തെ കാലത്ത്, ഇപ്പോൾ വാൽമീകി, he is the writer of Ramayana, right? Ramayana was, ഈ പറയുന്ന വാൽമീകി വാസ് ബോൺ എ റോബർ ബട്ട് ഹി ഡൈഡ് എ ബ്രാഹ്മൺ എന്നാണ് പറയുന്നത്. കർമ്മം കൊണ്ട് ബ്രാഹ്മണനായിട്ട് മരിച്ച ആളാണ് വാൽമീകി. അതേപോലെ തന്നെ പലരും ഉണ്ട്. ഇത് നമ്മൾ ഈ ഒരു പോയിന്റ് പുട്ട് ത്രൂ ചെയ്യുമ്പം ഈ സോഷ്യൽ മൊബിലിറ്റി, പണ്ടത്തെ വർണ്ണ സിസ്റ്റത്തിൽ മൊബിലിറ്റി ഉണ്ട്. ലൈക്ക് ഇഫ് എ ശൂദ്ര ബിക്കംസ് എഡ്യൂക്കേറ്റഡ്, ഹീ ക്യാൻ ഇമ്പാർട്ട് നോളജ്, he goes on to the upper layers of the Varna system. അതേപോലെ തന്നെ മേളിലുള്ള ഒരാൾക്ക് താഴെയും, ഒരു ബ്രാഹ്മണൻ പോയി മോഷണം നടത്തിയാൽ പുള്ളി താഴോട്ടും വീഴും. അപ്പോൾ ആ ഒരു മൊബിലിറ്റി എപ്പോഴും ഉണ്ടായിരുന്നു പണ്ടത്തെ കാലത്ത്. പക്ഷെ വാട്ട് ഹാപ്പൻഡ് ഇൻ ദ ലേറ്റർ വേദിക് പീരീഡിൽ ഇത് ഭയങ്കര സ്ട്രിക്റ്റ് ആവുകയും അതേപോലെ തന്നെ നമ്മൾ ഇറ്റ് ഓൾസോ ബിക്കെയിം ഓൺ ദ ബേസിസ് ഓഫ് വേർ യു ആർ ബോൺ, which household you are born. It was not just about the occupation that you do. It was also about a lot of social status associated with it, this caste system. So originally നമ്മുടെ caste system ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. Okay, this is not what was desired. ഇപ്പം നമ്മൾ പറയുവാണെങ്കിൽ മഹാത്മാഗാന്ധി wanted the Varna system. He supported the Varna system because it organized the society. Okay, people have different takes on it. People have criticized Mahatma Gandhi ji for supporting the Varna system. But Varna system എന്ന് പറയുന്നത് അത്ര റിജിഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ലായിരുന്നു. അവിടെ ഈ അൺടച്ചബിലിറ്റി പ്രാക്ടീസും ചെയ്യില്ലായിരുന്നു ഋഗ്വേദിക് പീരീഡിൽ. ഇറ്റ് വാസ് വെരി 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 എവിഡൻറ്റ് ഓൺലി ഇൻ ദ പോസ്റ്റ് വേദിക് പീരീഡ്. ലേറ്റർ വേദിക് പീരീഡിലാണ് ഇത് ഭയങ്കര എവിഡൻറ്റായി മാറുന്നത്. ആ സമയത്താണ് ഇന്ന പ്രൊഫഷൻ അല്ലെങ്കിൽ ഇന്ന ഒരു സ്ഥലത്ത് ജനിക്കുന്ന ആൾക്കാർ, they are only meant to do certain jobs and then they were not allowed to do other jobs. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ വായിച്ചൊരു കാര്യമാണ്, ഒരു BCom ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരു കുട്ടി, he is doing sewage cleaning, manual scavenging because he was born in that particular caste and he is not getting any other job. The panchayat itself has called him to do this job. So that is
an example of showing that once you are stuck in a caste, you're always stuck in a caste. No matter what you do to skill yourself, upskill yourself, you're not going to get that sort of a job or a white collar job in a country like India, where we still see things from a caste system angle. Okay, so നമ്മൾ ഇതിൻ്റെയൊക്കെ അൺടച്ചബിലിറ്റിയുടെ ഉറവിടം എന്ന് പറയുന്നത് കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യയാണ്. റൈറ്റ്, we've had many forms of untouchability in Kerala. തൊട്ടത് ഉണ്ടായിക അല്ലേ, നമ്മൾ ഈവൻ റിലീജിയസ് നമ്മൾ there are many sorts of untouchabilities that I'll tell you. അതിൽ തന്നെ റിലീജിയസ് അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഈ റിലീജിയസ് അൺടച്ചബിലിറ്റിയിൽ അമ്പലത്തിൽ കയറാൻ പാടില്ല എന്നുള്ളതാണ്. സോ ഇൻ കേരള വെരി റീസെൻ്റ്ലി വരെ അല്ലേ, 1900s വരെ നമ്മൾ നേരിട്ടിരുന്ന ഒരു പ്രശ്നമാണ് അമ്പലത്തിൽ കയറാൻ പാടില്ലായിക ഫോർ എ സർട്ടൻ കാസ്റ്റ് പീപ്പിൾ. ആ കാസ്റ്റിന് താഴെയുള്ള ആൾക്കാർ അമ്പലത്തിൽ കയറിക്കൂടാ. ഇനി ആ കാസ്റ്റിന് മേളിലുള്ള ആൾക്കാരാണെങ്കിലും ഈ പറയുന്നത് പോലെ അപ്പർ ബോഡി കവർ ചെയ്ത് പോകാൻ പാടില്ല എന്നുള്ളൊരു നിയമം ഉണ്ടായിരുന്നു. വിമൻ, ഓക്കെ, ദേ ഹാവ് ടു കീപ് ദിയർ അപ്പർ ബോഡി ഓപ്പൺ. അതിനുവേണ്ടി ഒരുപാട് സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മേൽമുണ്ട് സമരം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സമരങ്ങൾ നമ്മൾ കേരള ഹിസ്റ്ററിയിൽ നമ്മൾ വായിക്കും. അതേപോലെ നമ്മൾ ഇപ്പം ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, ഇതൊക്കെ ടെമ്പിൾ എൻട്രി മൂവ്മെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള സത്യാഗ്രഹങ്ങളാണ്. വേർ പീപ്പിൾ ഹാവ് ഈവൻ ബീൻ മാർട്ടിയേർഡ്, പീപ്പിൾ ഹാവ് ഈവൻ ബീൻ കിൽഡ് ഇൻ ദ കോഴ്സ് ഓഫ് ദീസ് സത്യാഗ്രഹങ്ങൾ. ഓക്കെ, സോ വെരി റീസെൻ്റ്ലി വരെ നമ്മൾ കേരളത്തിലും ഇങ്ങനത്തെ കുറേ ന്യൂസുകൾ ഉണ്ടായിട്ടുണ്ട്. ഈവൻ ടു ഡേറ്റ് യു ക്യാൻ സീ പ്ലേസസ് വെയർ ദിസ് പൊല്യൂഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഭയങ്കര അധികം കൂടുതലായിട്ടുള്ള ചില അമ്പലങ്ങളുണ്ട്. നമുക്ക് ഒട്ടും തന്നെ യോജിക്കാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള പ്രാക്ടീസസ് ചെയ്യുന്ന അമ്പലങ്ങളുണ്ട്. സോ തിങ്സ് ലൈക്ക് ദിസ് ഹാപ്പൻ. ഇറ്റ്സ് വെരി എവിഡൻറ്റ് ഇൻ അവർ കൺട്രി. ഓക്കെ, so we'll just quickly read. The caste system, which has existed in India for centuries, is the source of the complicated social problem of untouchability. A hierarchical social structure, the caste system separates people into many groups or castes according to their social standing, occupation, place of birth. Occupation മാത്രമായിരുന്നെങ്കിൽ it would have been still fine. Okay, as you change occupation, you can move up or down the social structure. പക്ഷേ ഇവിടെ ഇപ്പം അങ്ങനെയല്ല. നിങ്ങൾ ജനിച്ച സ്ഥലം, നിങ്ങൾ ഏത് സോഷ്യൽ സ്റ്റാറ്റസിലാണ് ഇതിന് മുന്നേ ജീവിച്ചിട്ടുള്ളത്, നിങ്ങളുടെ പേരൻസ് ഏത് സോഷ്യൽ സ്റ്റാറ്റസിലാണ് ജീവിച്ചിട്ടുള്ളത്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരാളെ അളക്കുന്നത് കാസ്റ്റിൻ്റെ ബേസിസിൽ. So the social practice of excluding a specific group of people who are regarded as being at the bottom of the caste hierarchy and are regarded as untouchable by the upper caste is known as untouchability, just like what you guys explained. Fine. Now there are several forms of untouchability. One is occupational untouchability. ഈ ജോലിയിൽ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ മാനുവൽ സ്കാവെഞ്ചിങ് ചെയ്യുന്ന ഒരു കാസ്റ്റ് ഉണ്ട്. ഓക്കെ, മാനുവൽ സ്കാവെഞ്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ സീവേജ് പിറ്റ്സ് ഒക്കെ usually it's actually against law right now. Manual scavenging is not allowed. But what happens, people still engage human beings to enter into sewage pits of households to clean the pit. Okay, നമ്മൾ കാലാകാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന സീവേജ് പിറ്റ് ക്ലീൻ ചെയ്യാൻ മനുഷ്യരെയാണ് ഇറക്കുന്നത്. ആൻഡ് ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. ദേ ആർ എക്സ്പോസ് ടു എ ലോട്ട് ഓഫ് ഡിസീസസ് because it's all fecal matter that is present in these pits, right? അതുകൊണ്ട് തന്നെ മാനുവൽ സ്കാവെഞ്ചിങ് ഒരു ബാൻഡ് ആക്ടിവിറ്റിയാണ്. ബട്ട് സ്റ്റിൽ യു ക്യാൻ സീ പീപ്പിൾ who are engaged in this business because they don't have any other jobs to do. Just because they were born in that caste, they are expected to do that job. You get it? So this sort of untouchability, occupation, അപ്പം ഇങ്ങനത്തെ ആൾക്കാരെ കൈകാര്യം ഇങ്ങനത്തെ ജോലികൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ, അതായത് ഇപ്പം ചത്ത മൃഗങ്ങളെ ഡിസ്പോസ് ചെയ്യാൻ കൊണ്ടുപോകുന്ന ആൾക്കാർ, അതേപോലെ തന്നെ ഈ ശ്മശാനവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ, ഇവരെയൊക്കെ സോഷ്യലി ഓസ്ട്രസൈസ് ചെയ്യുക എന്നുള്ള ഒരു പ്രവണത ഈ പറയുന്ന അപ്പർ കാസ്റ്റിനുണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് ദി ഒക്യുപ്പേഷണൽ അൺടച്ചബിലിറ്റി എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് സോഷ്യൽ അൺടച്ചബിലിറ്റി. സോഷ്യൽ അൺടച്ചബിലിറ്റിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. അതായത് അവർ ചില ഭാഗങ്ങളിൽ മാത്രം ഇപ്പോൾ ഈ ന്യൂസ് ക്ലിപ്പിങ്ങിൽ കണ്ടതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ ഒരു റീജിയനിൽ ഒരു ഭിത്തിക്കപ്പുറത്ത് അവരുടെ ഏരിയയാണ്, അവിടെ അവരുടെ ഒരുപാട് ഹൗസ് ഹോൾഡ്സ് ഉണ്ട്. അതിനെ സെപ്പറേറ്റ് ചെയ്ത് ബാക്കിയുള്ള അപ്പർ കാസ്റ്റുമായിട്ട് സെപ്പറേറ്റ് ചെയ്യാനാണ് ഈ ഒരു ബോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്.
right? So they are compelled to live in segregated regions and are frequently prohibited access to places like this. Is most of more general sort of untouchability that we mentioned, social untouchability. അവരെ എല്ലായിടത്തുനിന്നും സോഷ്യൽ ആസ്പെക്ട്സിൽ നിന്നൊക്കെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. വാട്ടേഴ്സ്, ഈ പറയുന്നത് പോലെ ടാങ്കുകൾ യൂസ് ചെയ്യാൻ പോകുമ്പം യൂസ് ചെയ്യരുതെന്ന് പറയുക, അവരത് യൂസ് ചെയ്ത് അത് പൊല്യൂട്ടഡ് ആവുക, ഇങ്ങനെയൊക്കെയുള്ള കോൺസെപ്റ്റ് ഉള്ളതാണ് സോഷ്യൽ അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത്. ഇനി എക്കണോമിക് അൺടച്ചബിലിറ്റി, ദിസ് ഈസ് യൂഷ്വലി related to the economic exploitation that the lower caste have to undergo in the hands of upper caste. ഓക്കെ, ലൈക്ക് നമ്മളിപ്പം വളരെ അവരെത്ര ജോലി ചെയ്താലും അതിനുള്ള കൂലി കൊടുക്കാണ്ടിരിക്കുക, ഫോഴ്സ്ഫുൾ ആയിട്ട് ലേബർ ചെയ്യിപ്പിക്കുക ജസ്റ്റ് ബിക്കോസ് ദേ ആർ ലോവർ കാസ്റ്റ്. ഓക്കെ, തിങ്സ് ലൈക്ക് ദിസ്. നമ്മൾ ഒരു എംപ്ലോയ്മെൻറ്റ് അലവൻസ് കൊടുക്കാണ്ടിരിക്കുക, വളരെ വളരെ മോശപ്പെട്ട ജോലികൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളാണ് എക്കണോമിക് അൺടച്ചബിലിറ്റിയിൽ വരുന്നത്. ഇനി എഡ്യൂക്കേഷണൽ അൺടച്ചബിലിറ്റി നമ്മൾ പറയുവാണെങ്കിൽ ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. പീപ്പിൾ വെൻ ചിൽഡ്രൻ ആർ നോട്ട് അലൗഡ് ടു ബി ഇൻ ക്ലാസ് റൂംസ് ഫ്രം ലോവർ കാസ്റ്റ് കുട്ടികളെ ക്ലാസ് റൂമിൽ കയറ്റാണ്ടിരിക്കുക, അല്ലെങ്കിൽ അവരിനി കയറ്റിയാൽ തന്നെ ഭയങ്കരമായിട്ട് ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുക, ടീച്ചേഴ്സിൻ്റെ എൻഡിൽ നിന്ന് ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുക. ദർ ആർ സോ മെനി റിപ്പോർട്ട്സ് ദാറ്റ് കം ഫ്രം നോർത്ത് ഇന്ത്യ ആൻഡ് ഡെഫിനറ്റ്ലി സൗത്ത് ഇന്ത്യ ഇസ് നോട്ട് ഭയങ്കര ലാഗിങ് ബിഹൈൻഡ് ഒന്നുമല്ല. ബട്ട് മോർ ഓഫ് ദീസ് ഇൻസ്റ്റൻസസ് നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നത് ഈ നോർത്തിലെ ടീച്ചേഴ്സ് പല സ്കൂളുകളിലും ഇതുപോലെ കാസ്റ്റിൻ്റെ ബേസിസിൽ ഫുഡ് കൊടുക്കുക. ഓക്കെ, ഈവൻ ദിസ് മിഡ് ഡേ മീൽ സ്കീമൊക്കെ അതിൻ്റെ ബേസിസിൽ സെഗ്രിഗേഷൻ നടത്തുക, ഇങ്ങനെയൊക്കെ കുറേ റിപ്പോർട്ട്സൊക്കെ നമ്മൾ പലയിടത്തും വായിക്കാറുണ്ട്. സോ ദിസ് ഇസ് എഡ്യൂക്കേഷണൽ അൺടച്ചബിലിറ്റി. ഓക്കെ, അതുകൊണ്ടാണ് കൂടുതലും ഡ്രോപ്പ് ഔട്ട്സ് വരുന്നത്. യെസ്റ്റർഡേ ഐ സോ എ ക്ലിപ്പിംഗ് ഓഫ് എ സ്റ്റുഡൻറ്റ് ഫ്രം JNU. ഓക്കെ, ഭയങ്കര റീനോൺഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് JNU എന്ന് പറയുന്നത്. ആൻഡ് ഷീ ഈസ് എ ദലിത് സ്റ്റുഡൻറ്റ്. ഓക്കെ, ഷീ ഈസ് എ ദലിത് സ്റ്റുഡൻറ്റ് ഫ്രം ഷെഡ്യൂൾ കാസ്റ്റ് എന്നുള്ളൊരു സ്റ്റുഡൻറ്റാണ്. ആൻഡ് ഷീ വാസ് മെൻഷനിങ് some of the experiences Dalit students have in this university. So she was helping a roommate when her roommate fell sick. Okay, roommate sick ആയി തീരെ വയ്യാണ്ടായപ്പം she helped her roommate overcome the sickness. And ആ ഒരു കോഴ്സ് ഓഫ് ടൈമിലാണ് she realizes that this girl is a Dalit girl. And her immediate response was that I am a Brahmin. മറാഠി ബ്രാഹ്മണാണ് ഞാൻ എന്ന് ആയിരുന്നു പുള്ളിക്കാരിയുടെ റെസ്പോൺസ്. ആൻഡ് ദെൻ ഇവൻച്വലി ദേ ഫെൽ ഔട്ട് ഓഫ്, ഷീ സ്റ്റോപ്പ് ടോക്കിംഗ് ടു ദിസ് പേഴ്സൺ. ഓക്കെ, പിന്നെ വേറൊരു ഉദാഹരണം പറഞ്ഞത് there was another guy, Dalit guy, who had a upper caste roommate. ഹോസ്റ്റലിൽ നിൽക്കുമ്പം things like this happen, shuffled and you're put in together, right? So രാവിലെ ഈ ആളെ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തോ മുറിയിൽ മറ ഉണ്ടാക്കി വെച്ചു അത്രേ. സോ ദാറ്റ് ഈ ബ്രാഹ്മൺ ഗൈ ഡസ് നോട്ട് വേക്ക് അപ്പ് ആൻഡ് സീസ് ദ ദലിത് ഗൈസ് ഫേസ് ദ ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ്. ഓക്കെ, സോ തിങ്സ് ലൈക്ക് ദിസ് ഹാപ്പൻ ഇവൻ ഇൻ യൂണിവേഴ്സിറ്റീസിൽ പഠിക്കാൻ വരുന്ന കുട്ടികളുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഓൾ ഓഫ് ദിസ് നമുക്ക് എഡ്യൂക്കേഷണൽ മേഖലയിലുള്ള അൺടച്ചബിലിറ്റി ആയിട്ട് തന്നെ നമുക്കിതിനെ കാറ്റഗറൈസ് ചെയ്യാം എന്നുള്ളത്. വെരി സാഡ് റിയാലിറ്റി ഓഫ് അവർ കൺട്രി. സോ വാട്ട് ഹാപ്പൻസ്, ലോട്ട് ഓഫ് ഡ്രോപ്പ് ഔട്ട് ഹാപ്പൻസ്. ഓക്കെ, there has been many infamous ആയിട്ടുള്ള suicides in IITs etc. because of the fact that they faced educational discrimination because they were from a lower caste. Okay, so that again, and there is also a movie that shows this particular, I don't know if you guys have watched Janagana Mana in Kerala, in Malayalam. Has anybody watched Janagana Mana movie? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? A very good watch. I mean, പൃഥ്വിരാജിന്റെ പടം. പൃഥ്വിരാജിന്റെ സിനിമ. ഇതിലും ഈ പറയുന്ന എഡ്യൂക്കേഷണൽ അൺടച്ചബിലിറ്റി ആണ് അതിൽ പോർട്രേ ചെയ്യുന്ന മെയിൻ ടോപ്പിക്. ഓക്കെ, സോ ദാറ്റ് അഗൈൻ ഈസ് അനദർ ഇഷ്യൂ. പിന്നെ പൊളിറ്റിക്കൽ അൺടച്ചബിലിറ്റി, പൊളിറ്റിക്കൽ കാര്യങ്ങളിൽ ഇവരെ ഇടപെടുത്താണ്ടിരിക്കുക, കംപ്ലീറ്റ് ആയിട്ട് ഇവരെ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട റിപ്രസെൻറ്റേഷൻ കൊടുക്കാണ്ടിരിക്കുക, ഇവരെ റിപ്രസെൻറ്റ് ചെയ്ത് വരുന്ന ആൾക്കാരെ തഴയുക, ഇതെല്ലാം പൊളിറ്റിക്കൽ അൺടച്ചബിലിറ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് പറയാം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് റിലീജിയസ് അൺടച്ചബിലിറ്റി, ജസ്റ്റ് ലൈക്ക് വാട്ട് ഐ ടോൾഡ്. ടെമ്പിൾസിൽ കയറ്റാണ്ടിരിക്കുക, ടെമ്പിൾ പോൺസ് യൂസ് ചെയ്യാൻ. ഇപ്പോൾ റീസെൻ്റ്ലി ദർ വാസ് എ കോൺട്രവേഴ്സി
in Kerala regarding a temple pond being used, right? So അത് ഈ പറയുന്ന പോലെ അവരെ കേട്ടാണ്ടിരിക്കുക, ലോട്ട് ഓഫ് സച്ച് തിങ്സ് അസോസിയേറ്റഡ് വിത്ത് ടെമ്പിൾസ്. ഇപ്പം ടെമ്പിളിൻ്റെ റണ്ണിങ്ങിൽ വേറെ ജാതിക്കാരെ കൊണ്ടുവരാണ്ടിരിക്കുക, താഴ്ന്ന ജാതിക്കാരെ ടെമ്പിൾ റണ്ണിങ്ങിൻ്റെ ആ ഒരു ഒഫീഷ്യൽ ഗ്രൂപ്പിൽ കമ്മിറ്റികളിൽ അത് ചെയ്യാണ്ടിരിക്കുക, ഇതൊക്കെ റിലീജിയസ് അൺടച്ചബിലിറ്റിയുടെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ. സോ if you guys witness any of this happening around you guys, please voice it up, okay? ഇത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുക. If it's any family members of yours or extended family members or friends that do the same, because yes, people are unaware of a lot of things. So it's our normal as diligent citizens of the country, right? We have a very rich past, we have a very rich independence struggle. Dr. B.R. Ambedkar, who's written our constitution, such a great man, and things that he's told about caste system, ഇതൊക്കെ നമ്മൾ മനസ്സിലിരുന്നിട്ട് വേണം നമ്മളെപ്പോഴും കാലത്തിനനുസരിച്ച് നമ്മളും സഞ്ചരിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്, റൈറ്റ്? സോ ഓൾവേസ് മേക്ക് ഷുവർ that you guys have a proper viewpoint about such things, okay? So the rest of it we'll take tomorrow alla Monday, alle? So do well, exams ulloru do the examination well, fine? If there's no other doubt, we'll wind up. Okay, ma'am. Okay, thank you. Thank you, ma'am. Thank you, ma'am. Thank you. Thank you.